ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് അസർബൈജാനിൽ ഫസ്റ്റ് ദിവസം നമ്മൾ എയർപോർട്ടിൽ നിന്ന് നേരെ വന്നിരിക്കുന്നത് അസർബൈജാൻ്റെ തലസ്ഥാനമായ ബാക്കുവിലുള്ള മാരിയറ്റ് ഹോട്ടലിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് മാരിയറ്റ് ഹോട്ടലിലെ റൂമിനെ കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളും പിന്നെ അതുപോലെ തന്നെ നമ്മളവിടെ ആസ്വദിച്ച ചില ഭക്ഷണങ്ങളുടെ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ അസർബൈജാനിൽ ബ്രെഡും തേനും പ്രത്യേകം പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡുകളുടെ വിവിധമായ കലവറകൾ, അതായത് പല ടേസ്റ്റുള്ള ബ്രെഡുകൾ, പല രീതിയിലുള്ള ബ്രെഡുകൾ അസർബൈജാനികൾ ഉണ്ടാക്കുന്നുണ്ട്. അവരൊരു സാംസ്കാരിക ചിഹ്നം കൂടിയാണ്, ബ്രെഡ് സാംസ്കാരിക ചിഹ്നം കൂടിയാണ്. പിന്നെ തേൻ എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു പ്രകൃതിദത്തമായ ഇത് ഉപയോഗിച്ചിട്ട് തേൻ വളരെയധികം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തേൻ കൊണ്ടുള്ള പല പല വിഭവങ്ങളും അവരുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ആ തേൻ അസർബൈജാനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ തേനും ഈ പറഞ്ഞ പോലെ ബ്രെഡിൻ്റെ ഒരു വെറൈറ്റി നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത്. തേൻ വളരെയധികം ഔഷധ ഗുണമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇത്തരം കാര്യങ്ങൾ കാണാനായിട്ട് നേരെ വേഗം തന്നെ നമ്മുടെ ഹോട്ടൽ വിശേഷങ്ങളിലേക്കാണ് പോവാം. ഓക്കെ, ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ മാരിയറ്റ് ബക്കുവിലുള്ളതാണ്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ കാസ്പിയൻ സീ ആണ്. കണ്ടോ എന്ത് മനോഹരമാണ് ഈ ദൃശ്യം കാണാനായിട്ട്. കണ്ടോ വളരെ മനോഹരമായിട്ടുള്ള എന്താ പറയുക, നമുക്ക് വാക്കുകളില്ല വിവരിക്കാണ്ട്. വളരെ ക്ലീനാണ് ഈ സിറ്റി എന്ന് പറഞ്ഞാൽ. അതായത് ഈ ബീച്ചും പരിസരവും ഒക്കെ വളരെ മനോഹരമാണ്. ഒരു അഴുക്ക് പോലും ഒന്നും തന്നെ ഇല്ല. നമ്മൾ വീണ്ടും ഹോട്ടലിലേക്ക് തിരിച്ച് കയറുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ. വളരെ നല്ലൊരു ഹോട്ടലാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂമിൽ എന്ന് പറഞ്ഞെങ്കിൽ ബീച്ചിൻ്റെ സൈഡിലുള്ള എല്ലാ ഇതും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ മെയിൻ ലോബി. വളരെ ഭംഗിയായിട്ട് ഉള്ള ഒരു ലോബി, നന്നായിട്ട് വളരെ ഭംഗിയായിട്ട് സംഭവം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ ഇവിടെ നമ്മുടെ കൂടെ വന്ന എല്ലാവരും ഇവിടെ തന്നെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ പുറത്തോട്ട് പോകേണ്ട ഒരു പരിപാടിയിലാണ് പറഞ്ഞത്. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. കേട്ടോ, ഇതാണ് നമ്മളുടെ ഹോട്ടലിൻ്റെ കോറിഡോർ. കേട്ടോ നല്ല ഭംഗിയാണ്. ഇഷ്ടംപോലെ റൂമുകൾ സൈഡിലുണ്ട്. ഓരോ സൈഡിലായിട്ട് ഒരു മിററുകൾ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ എവിടെയാണ്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ താമസിക്കാൻ റൂം കാണിച്ചു തരാം. ഇതാണ് റൂമിൻ്റെ ചാവി. അപ്പോൾ നമ്മൾ തുറന്നു. ഇതാണ് നമ്മുടെ റൂം. ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ ഷൺമുഖൻ. ഇത് നമ്മുടെ ടൂർ കൊണ്ടുപോയ ചേട്ടനും മനോജ് ചേട്ടൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ റൂമിൽ ഉള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ അതും തുറന്ന് ഇത് തന്നെ നമ്മുടെ കാസ്പിയൻ സീ ആണ് നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റുക. റൂമിൻ്റെ ഫുള്ളായിട്ട് വിൻഡോ ആണ്, ഫുള്ളായിട്ട് തുറന്നു. വൺ സൈഡ് ഫുൾ വിൻഡോ ആണ്. ഇവിടെ നമുക്ക് മനോഹരമായ കാഴ്ച നമുക്ക് കാണുന്നത്. കണ്ടോ കാസ്പിയൻ സീ ഇവിടെ നമുക്ക് റൂമിൽ നന്നായിട്ട് കാണാം. ഇപ്പോൾ കുറച്ചും കൂടി രാത്രി അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ കുറച്ചും കൂടി ഭംഗിയായിട്ടുള്ള സ്ഥലം കാണാനായിട്ട് നമ്മൾ എന്തായാലും നല്ലൊരു റൂമാണത്. ഇവിടെ നമുക്ക് റൂമിനകത്തുള്ള ഓരോ ഫെസിലിറ്റീസ് കാണിച്ചു തരാറുള്ളത്. റൂമിൻ്റെ ഈ ഒരു സാധനമുണ്ട്. ഞങ്ങൾക്ക് എന്താണ് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഇത് ഹീറ്ററാണത്. പാട്ടിൻ്റെ ഇതൊക്കെ ഉണ്ട്, കോള് എല്ലാം ഉണ്ട്. എന്താണെന്ന് മനസ്സിലായി, ഹീറ്ററാണുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നോക്കാം. നമ്മൾ റൂം കബോർഡൊക്കെ തുറക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് രാത്രിയൊക്കെ ഇട്ട് വെക്കാനുള്ള 2 ഗൗണുണ്ട്. നമുക്ക് 2 കൂടി ചെരുപ്പുണ്ട്. ബാത്റൂമിലൊക്കെ ഉപയോഗിക്കുന്ന ചെരുപ്പുകളുണ്ട്. പിന്നെന്താ ഇവിടെ വലിയൊരു ബോർഡ്. ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് തേക്കാനുള്ള അയൺ ചെയ്യാനുള്ള അയൺ ബോക്സ്, അതിൻ്റെ സ്റ്റാൻഡ്, പിന്നെ ലോക്കർ എല്ലാം ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇവിടെ നമുക്ക് നല്ല ഏതാണ് ഇത് മിനി ബാറാണോ? അതെയോ, അത് തുറന്നേ. ഇവിടുത്തെ കോഫി മേക്കറുണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം കോഫിയൊക്കെ ഇട്ട് കഴിക്കാം. വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്.
മിനി ബാർ. അത് ഇതിനകത്ത് അത്യാവശ്യം ചെറിയൊരു മിനി ഫ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കുന്ന ലിക്കറൊക്കെ വെച്ച് ഉപയോഗിക്കാം. ഇതെല്ലാത്തിനും പൈസ എടുക്കണം. ഏതിന്? ഈ ഉള്ളിലെ ഏകദേശം ക്യാഷ് കൊടുക്കണം. അപ്പോൾ അത് ക്യാഷ് കൊടുക്കണം. നമുക്ക് ബാത്റൂം കാണിച്ചു തരാം. ഇതാ ബാത്റൂം വന്ന സമയത്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. ഇതാ ഒരു നല്ല നമ്മൾ മുഖത്തേക്ക് അടിക്കുന്ന പോലെ നല്ല ലൈറ്റ് ഉണ്ട് ഇവിടെ. നല്ലത് ഇവിടുത്തെ ഷേവിങ് കിറ്റ്, വെള്ളം, ഗ്ലാസ്, സോപ്പ്, പിന്നെ അതേപോലെ ടവലൊക്കെ ഇവിടെ നിരത്തി ഇട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. ഇതിവിടെ 2 ടവൽ ഇവിടെ ഉണ്ട്, നല്ല ക്ലീൻ ആയിട്ടുള്ള. ഇവിടെ അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും എമർജൻസി വന്നാൽ സംസാരിക്കാനുള്ള ഇൻ്റർകോം കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഇതാണ് നമ്മുടെ ഷവർ റൂം. ഷവർ റൂമിൽ ഗ്ലാസ്സാണ്. നമുക്കെല്ലാ ഷാമ്പൂ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല ഇതാണ്. ഓക്കെ, എന്തായാലും നല്ല റൂമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ അടുത്ത സൈറ്റ് സീൻ വേണ്ടി പോവുകയാണ്. തിരക്കിട്ടാണ് ഇറങ്ങുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് വൈകി. തലേ ദിവസം ഞങ്ങൾ ഫ്ലെയിം ടവർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്ലെയിം ടവറിൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓൾഡ് സിറ്റി പോയിരുന്നു. ഓൾഡ് സിറ്റി വീഡിയോ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ തിരക്കിട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മളെ കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് തിരക്കിട്ടായിരിക്കുള്ളൂ ഈ റെസ്റ്റോറൻറ്റിൻ്റെ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ ആ റെസ്റ്റോറൻറ്റിലോട്ട് എങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റ് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അതിമനോഹരമായിട്ട് അതായത് ഇവിടെ ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റ് ഇവിടെയൊക്കെ നാട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതൊക്കെ ഇത് രസം നോക്കി. രസമുള്ള പൈസയാണ്. ഇതെന്താ എനിക്കറിഞ്ഞൂടാ ഇതിൽ. ഇവിടെ കുറേ പ്ലാൻസൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ റെസ്റ്റോറൻറ്റിൽ. ഉണ്ടോ, ആ റെസ്റ്റോറൻറ്റ് ഏരിയ. റെസ്റ്റോറൻറ്റിൽ കയറും. നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറുന്ന സമയത്ത് ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഏരിയ. ഇവിടെ ബ്രെഡുകളുടെ ഒരു കമനീയമായൊരു കളറാണ്. കണ്ടോ, ഇവിടെ കാണാൻ പറ്റും ബ്രെഡുകൾ. അസർബൈജാനിൽ ബ്രെഡുകൾ വളരെ വെറൈറ്റിയുള്ള ബ്രെഡുകളുണ്ട്. അതിനകത്ത് പല ബ്രെഡുകളുണ്ട്. ടോസ്റ്റ് ബ്രെഡ്, ലവാഷ് ബ്രെഡ്, വേറൊരു ബ്രെഡ് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതൊക്കെ കട്ട് ചെയ്ത് വെക്കുക. വാവ്, ബ്രെഡ് വയ്ക്കുക. ഇതാ പല പല ഷേപ്പിലുള്ള പല പല ടേസ്റ്റുള്ള വെറൈറ്റിയുള്ള ബ്രെഡുകളാണ് ഈ കാണുന്നത്. കണ്ടോ, അപ്പോൾ എത്രയും ബ്രെഡ് കാണിച്ചാൽ എനിക്കതിന് ഓർമ്മയില്ല. ഇതാ ഇവിടെ നോക്കിയാൽ നോൺ എഗ് ഐറ്റംസാണ്. അപ്പോൾ നമ്മളെ ഹെൽത്ത് കോർണർ എന്ന് എൻ്റെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഇവിടെ ഇഷ്ടംപോലെ എന്താ പറഞ്ഞത് നട്ട്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ബദാം മറ്റുള്ള കാര്യങ്ങൾ. ഇതാ ഇവിടെ ഉണ്ട് ഗ്രീൻ ഹൗസ്. കണ്ടോ, ഇവിടെയും കുറച്ച് ബ്രെഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ വേറെ ഐറ്റംസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഭക്ഷണങ്ങളിലൊരു വെറൈറ്റി നമ്മൾ പോകാൻ പോണത്. ഇതൊക്കെ സലാഡുകൾ, എല്ലാ ഐറ്റംസും നമ്മൾ സെറ്റ് ചെയ്ത് കാണാൻ പറ്റും. നമുക്ക് ഫിഗാറോസ് എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടെ വരുമ്പോൾ ജാമിൻ്റെ ഒരു സെക്ഷനാണ് കാണുന്നത്. കണ്ടോ, ഇത് മൊത്തം ജാമാണ്. പല വെറൈറ്റിയിലുള്ള ജാം, ഹണി എല്ലാം ഉണ്ട് ഇവിടെ.
ഇതെല്ലാം പല പല ഇട്ടുള്ള ജാമുകളാണ്, കാണാൻ പറ്റും ഇവിടെ നമുക്ക്. ഇത് നമ്മുടെ നാട്ടിലെ കുബ്ലു സാറിങ് ഇന്നലെ കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. കാണുമ്പോൾ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നും. കുബ്ലു സാറിങ്ങാണ്, നന്നായിട്ട് കട്ടിയായിട്ട് മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട്. പൈനാപ്പിൾ, മുന്തിരി. ഈ ഏരിയ വന്ന് ഇവിടെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാകും. കൂടെ നമുക്കിവിടെ ലൈവായിട്ട് കുറച്ച് ഫുഡ്സൊക്കെ നമുക്ക് അടിച്ചു വിട്ടുവിടാം. അതായത് ഓംലെറ്റ് കാര്യങ്ങളൊക്കെ ലൈവായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് മസാല ഓംലെറ്റ് എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടെ വീണ്ടും വേറെ ലൈവായിട്ട് ഫുഡ് വേറെ കിട്ടുന്നതാണ്. മുട്ടയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ, നല്ല കളറായിട്ട് നല്ല സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെയും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ റിയാസ്ക പറഞ്ഞത് നേരിട്ട് ഞാൻ ഇന്നലെ ടെസ്റ്റ് ചോദിക്കില്ല. റിയാസ്ക പറഞ്ഞത് ഇത് ബീഫ്, മട്ടൺ, ചിക്കൻ അങ്ങനെയുള്ള പല പല വെറൈറ്റി ഉള്ള സാധനങ്ങളാണെന്ന് പറയണത്. കാണിച്ചു തരാം. ഇത് നമ്മുടെ നല്ല മുത്ത് സാറാണ്. അത് നമ്മുടെ കമ്പനി, നമ്മളെ കൊണ്ട് ടൂറിൻ്റെ കമ്പനിയുടെ ഓണർ. ബീഫ്, മട്ടൺ, ചിക്കൻ അങ്ങനെയുള്ള പല പല സാധനങ്ങളിവിടെ ചെറിയൊരു പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കാണ്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് നമുക്ക് ഒരു പ്രിപ്പയർ ചെയ്ത് നമുക്ക് ഇവിടെ വരുമ്പോൾ ക്വാളിറ്റി, ഹോട്ട് മിൽക്ക് അങ്ങനെ പലതും നമുക്കിവിടെ കഴിക്കാൻ പറ്റും. ഇവിടെ നിന്ന് ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള സെറ്റ് ചെയ്യണുണ്ടോ. ഈ സെക്ഷൻ വരുമ്പോൾ നമുക്ക് വിവിധ ഉള്ള ജ്യൂസുകൾ കാണാൻ പറ്റും. പൈനാപ്പിൾ ജ്യൂസ്, മുന്തിരി ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, അങ്ങനെ പല സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇപ്പുറം പോകുമ്പോൾ കാണിച്ചു തരാം നമുക്ക്. ഇവിടെ ഒരു ടീ സെക്ഷനാണ്. ഇവിടെ നമുക്ക് ഇന്ത്യൻ കോർണറാണ്. അതായത് പല റൈസുകൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ. അതിനകത്ത് ഓക്കെ, റൈസുകൾ, ബ്രെഡ്. ഇതാണ് നമുക്ക് മൊത്തമുള്ള റെസ്റ്റോറൻറ്റ് ഏരിയ, ഡൈനിങ് ഏരിയ. നല്ല വൈഡായിട്ടുള്ള ഏരിയയാണിത്. ഇപ്പോൾ നമുക്ക് ഇഡ്ഡലിയും ദോശയൊക്കെ എല്ലാം കിട്ടും കേട്ടോ. ഇഡ്ഡലി, ദോശ എല്ലാം കിട്ടും. ഈ ഏരിയയിൽ നമുക്ക് ഇഡ്ഡലി, ദോശ അങ്ങനെ നമ്മുടെ ഇന്ത്യൻ ഫുഡ്സ് എല്ലാം അവിടെ കിട്ടും നമുക്ക്. ഇനി എനിക്കും ഭക്ഷണം കഴിക്കണം. എന്നെ കാത്ത് ലോബിയിൽ എല്ലാവരും കാത്തിരിക്കുകയാണ്. എന്തായാലും ഹോട്ടലിലെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് കാണിച്ച് തന്നൊന്നും എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. മാക്സിമം സ്പീഡിലാണ് കാണിച്ചു തന്നത്. ഞങ്ങൾക്കിനി അടുത്ത സൈറ്റ് സീയിലോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ പെട്ടെന്ന് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും രാത്രിയിലെ ഹോട്ടലിന് ഫ്രണ്ടിലുള്ള കാസ്പിയൻ സീയുടെ കാഴ്ചകളെയും കാണിച്ചതിന് ശേഷം ഞാൻ ഈ വീഡിയോ ക്ലോസ് ചെയ്യാം. ഏകദേശം ഒരു 12:30 രാത്രി 12:30 സമയത്താണ് ഞാൻ കാസ്പിയൻ സീയുടെ അതിൻ്റെ അകത്തോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഹോട്ടലിന് ഓപ്പോസിറ്റായിട്ട് കാസ്പിയൻ സീയിലേക്ക് കപ്പലുകളൊക്കെ അടുക്കുന്ന ഒരു വാർഫുണ്ട്. ആ വാർഫിൻ്റെ ഏറ്റവും അറ്റത്തു നിന്നാണ് ഞാൻ ഈ വീഡിയോ പിടിച്ച് വന്നത്. രാത്രി 12:30 ഭയങ്കര തണുപ്പാണ്. എൻ്റെ കയ്യിൽ മഞ്ഞ് വാരണ ഗ്ലൗ എൻ്റെ കയ്യിലിട്ടിട്ടുണ്ട്, ഡെക്കാത്തിൽ നിന്ന് വാങ്ങിച്ചത്. പക്ഷേ അതിട്ടിട്ട് പോലും ഞാനിങ്ങനെ തണുത്ത് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യനല്ല ഇവിടെ, ആൾ പോലുള്ള ഭീകരമായ നിശബ്ദത എന്നെ ഭയങ്കരമായിട്ട് പേടിപ്പെടുത്താണ്ടതല്ലേ. പക്ഷേ ലൈറ്റുകൾ കൊണ്ട് സമ്പുഷ്ടമാണെങ്കിലും ഇത്രയും നിശബ്ദത എന്നെ ഭയങ്കര പേടിപ്പെടുത്തുന്ന കാരണം നമുക്കൊരു പരിചയമില്ലാത്ത ഒരു സ്ഥലം, അവിടെ വേറെ ആരുമില്ല. രാത്രി 12:30 മണിയായി. എങ്കിൽ കൂടി ഞാനത് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ്, എനിക്കിത് ലൈഫിൽ മിസ്സായി പോകും. എൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ട് വന്നതെന്നാൽ
ഞാൻ എന്തായാലും ഹോട്ടലിലേക്കാണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ പോലും എൻ്റെ കൂടെ ഇല്ല, ഒരാൾ പോലും ഇല്ല. ഇത് മഞ്ഞുകാലമായതിൻ്റെ പേരിലാണ് ഈ കാസ്പിയൻ സീയുടെ തീരത്ത് ആളുകൾ ഇല്ലാത്ത, അല്ലെങ്കിൽ ടൂറിസ്റ്റുകളൊക്കെ വന്ന് ഇവിടെ നല്ല വ്യാപാര സ്ഥാപനങ്ങൾ, താൽക്കാലിക വ്യാപാര സ്ഥാപനങ്ങളെ കൊണ്ട് നിറഞ്ഞേനെ എന്നാണ് നമുക്ക് അറിയാൻ കഴിയണത്. എന്തായാലും ഞാൻ ഹോട്ടലും നമ്മൾ പുറമേ നിന്ന് കാണുന്ന സമയത്ത് ഹോട്ടലും അതിമനോഹരമാണ് കാണാനായിട്ട്. എന്നാൽ എന്തായാലും ഈ അസർബൈജാൻ്റെ മറ്റ് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. നാളെ ഞങ്ങൾ ഗബാലയിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ഫ്ലെയിം ടവറിൻ്റെയും ഓൾഡ് സിറ്റിയുടെയും ചരിത്രങ്ങളടങ്ങിയ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം വീഡിയോസൊക്കെ കാണാനായിട്ട് ചാനലിലൊന്ന് കയറി നോക്കുക. പിന്നെ ഇത്തരം വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഓക്കെ, ബൈ ബൈ. അസർബൈജാൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.